ഇനി ഗൾഫ് വാർത്തകളിലേക്കാണ്. ഇന്ത്യയും ഒമാനും തമ്മിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു. അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒമാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ എന്ന പുരസ്കാരം സമ്മാനിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിന് ഒമാനിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യം ഊഷ്മള വരവേൽപ്പ് നൽകി. മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയ സംഭാവനകൾ മാനിച്ചാണ് ഒമാന്റെ ഈ ബഹുമതി. ഒമാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ എന്ന പുരസ്കാരമാണ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. ये 29वां देश है जहां से प्रधानमंत्री नरेंद्र मोदी को ये सम्मान मिला है, सर्वोच्च सम्मान मिला है. यकीनन इथियोपिया के बाद ओमान के सर्वोच्च सम्मान से यहां पर प्रधानमंत्री नरेंद्र मोदी को सम्मानित किया गया है. भारत की बढ़ती वैश्विक स्वीकार्यता का प्रतीक है. അതേസമയം 2 ദിവസത്തെ സന്ദർശനത്തിനാണ് നരേന്ദ്രമോദി ഒമാനിൽ എത്തിയത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ സന്ദർശനം. മോദിക്ക് രാജകീയ സ്വീകരണമാണ് ഒമാൻ നൽകിയത്. മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സുഖമാണോ എന്ന് മലയാളത്തിൽ മോദി ചോദിച്ചത് സദസ്സിന്റെ കയ്യടി നേടി. ഇതിനിടെ ഇന്ത്യയും ഒമാനും തമ്മിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള 98% ഉൽപ്പന്നങ്ങളും ഒമാനിലേക്ക് നികുതി ഇല്ലാതെ കയറ്റുമതി സാധ്യമാകും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ, വ്യവസായികളായ MA യൂസഫ് അലി, ഗൾഫാർ മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ളവർ വിവിധ ചടങ്ങുകളിൽ സംബന്ധിച്ചു. ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ, മിഡിൽ ഈസ്റ്റ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jaihind TV. Stay tuned for the 1,000 countdown.